ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നേരെ ഇന്ത്യ പാകിസ്ഥാൻ ഡെവലപ്മെൻറ്റ്സിലേക്ക് വരാം. വളരെ നിർണായകമായിട്ടുള്ള സൂപ്പർ സംഭവങ്ങളൊക്കെ ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ രണ്ട് വിഷയങ്ങളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ നോക്കാം. അല്ലാതെ കൂടുതൽ വിഷയങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പം യുണൈറ്റഡ് നേഷൻസിൽ യോജന പട്ടേൽ, യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന യോജന പട്ടേലിന്റെ അടുത്താണ് പാകിസ്ഥാന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ വന്ന് വീണത്. അവസാനം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറുപടികൾ. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ഈ ഒരു ഡിബേറ്റ് യുണൈറ്റഡ് നേഷൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പാകിസ്ഥാൻ പല രീതിയിലുള്ള ആരോപണങ്ങളും അവരെപ്പോഴും പറയുന്ന പോലെയുള്ള ഫേക്ക് നറേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊക്കിയെടുത്തുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസിൽ വന്ന് പല രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കും ഇന്ത്യയുടെ റിറ്റാലിയേഷൻ ചെയ്യാനുള്ള ടൈം ചോദിച്ചു മേടിച്ച് മറുപടി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഭീകര സംഭവം നടന്നത് ഇന്ത്യയിലാണ്. പാകിസ്ഥാൻ ഇപ്പൊ എന്താണ് വേണ്ടത്? ഇപ്പൊ നിലവിൽ പാകിസ്ഥാനിൽ എന്തെങ്കിലും സംഭവിച്ചോ? പാകിസ്ഥാന്റെ ഉള്ളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ത്യ അവരെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള പേടിയിൽ വെപ്രാളത്തിൽ കിടന്ന് വിരളി പൂണ്ട് നടക്കുന്ന ഒരു പാകിസ്ഥാനെയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. അതായത് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയില് മീഡിയയിൽ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞതാണ്, ഞങ്ങൾ തീവ്രവാദം കഴിഞ്ഞ 30 വർഷമായിട്ട് 3 ഡെക്കേഡായിട്ട് കൊണ്ടു നടക്കുന്നു, ഞങ്ങൾ ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ ഭീകരവാദികളെയാണ് കൊണ്ടു നടക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് വെസ്റ്റേൺ കൺട്രീസ് അഥവാ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാനും വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഭീകരവാദികളെ വളർത്തുന്നത് എന്ന് ഇതേ അമേരിക്കയുടെ മീഡിയയിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത് എന്നാണ് യോജന പട്ടേൽ തിരിച്ചു ചോദിച്ചത്. ഇതിന് മറുപടി കൊടുക്കാൻ അവിടെ ഇല്ല. ശരിക്കും ആ ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് വായടച്ച് നിൽക്കുകയായിരുന്നു. ഒന്നാമതേ UN എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ റബ്ബർ സ്റ്റാമ്പാണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടെ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് അതിന്റെ ഉള്ളിലുള്ളത്. ചൈനയ്ക്കൊക്കെ ഏത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് UN ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, യുണൈറ്റഡ് നേഷൻസിന് ഇന്ത്യ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, അതായത് നമ്മൾ അവിടെ കൊടുക്കുന്ന ഫണ്ട്, ആ ഫണ്ടിനെ കുറിച്ച് ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു പോയിന്റും കൂടെ വെച്ചാണ് ഇന്ത്യ അവസാനിപ്പിച്ചത്. എന്തിനാണെന്ന് യുവമാർക്ക് ഈ പൈസ കൊണ്ട് കൊടുത്തോണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇന്ത്യക്ക് വേണ്ട രീതിയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ യുവമാർ ഒരു റെസൊല്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തീരുമാനമോ യുവമാർ എടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ എന്തിനാണ് ഇവർക്ക് കൊടുക്കേണ്ടത്? അപ്പൊ അങ്ങനെ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്നെ നമ്മൾ അവരെ ഗണ്ണിച്ചിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഒരു സൈഡിൽ നിങ്ങൾ നോക്കൂ, ഒരു സൈഡിൽ പാകിസ്ഥാൻ എന്താണ് പറയുന്നത്? ഞങ്ങൾ തീവ്രവാദികൾക്കെതിരെ, തുർക്കിയുമായിട്ട് ചേർന്ന് തീവ്രവാദത്തിനെതിരെയാണ് ഇവർ പൊരുതുന്നത്. ഭീകരവാദികളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് ട്രെയിനിങ് നടത്തുന്നതായിട്ടാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് ഇവരുടെ ഈ രാജ്യത്തിനുള്ളിലാണല്ലോ ഈ ലഷ്കർ, ഹിസ്ബുൾ, ജയ്ഷ് പോലത്തെ സംഘടനകളൊക്കെ അവിടെ നിന്നാണല്ലോ പൊട്ടിപ്പുറപ്പെടുന്നത്. അവിടെയാണല്ലോ ഇവരെ സംരക്ഷിച്ചിരിക്കുന്നത്. പാകിസ്ഥാനാണല്ലോ ഇവർക്ക് സേഫ് ആയിട്ട് താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. പിന്നെ എന്ത് തരത്തിലാണ് ഇവർ തീവ്രവാദികൾക്ക് എതിരെ പൊരുതുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ടൊക്കെ വരുന്നത്? അത് വളരെ ഷെയിംഫുൾ ആണ്. തിരിച്ച് അവരുടെ റീബാറ്റലിങ്ങിനുള്ള ടൈം ഉണ്ടായിരുന്നു, അത് പാകിസ്ഥാൻ റെപ്രസെന്റേറ്റീവ് തിരിച്ചെടുത്തില്ല. അവരെടുത്ത് കൗണ്ടർ ചെയ്യാൻ നിന്നില്ല ഇന്ത്യയെ. കാരണം ഇനി കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും അവിടെ ഇരുന്ന്. അതുകൊണ്ട് ആ കൗണ്ടർ ചെയ്യലിൽ നിന്നും അവർ ഒഴിവായി പോവുകയാണ് ചെയ്തത്. Thank you, Chair. I would like to begin by thanking the UN Office of Counterterrorism for convening this important meeting. A special thanks to ASG, to DSG and USG involved in this process. Mr. Voronkov, a special thanks to you. India deeply appreciates and values the strong, unequivocal support and solidarity extended by leaders and governments across the world in wake of the recent terrorist attack at Pahalgam, Union Territory of Jammu and Kashmir. This is a testimony to the international community's zero tolerance for terrorism. The Pahalgam terrorist attack represents the largest number of civilian casualties since the horrific 26/11 Mumbai attacks in 2008. Having been a victim of cross-border terrorism for decades, India fully understands the long-lasting impact such acts have on victims, their families, and society. As the UN Security Council in its statement has said, perpetrators, organizers, financiers, and sponsors of reprehensible acts of terrorism must be held accountable and brought to justice. Acts of terrorism are criminal and unjustifiable, regardless of their motivation, wherever, whenever, and by whomever committed. We reiterate that terrorism in all its forms must be condemned unequivocally. It is unfortunate that one particular delegation has chosen to misuse and undermine this forum
to indulge in propaganda and make baseless allegations against India. The whole world has heard Pakistan's Defense Minister Khwaja Asif admitting and confessing Pakistan's history of supporting, training and funding terrorist organizations in a recent television interview. This open confession surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. The world can no longer turn a blind eye. I have nothing further to add. Thank you. ഇതാണ് ഗ്ലോബലി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് യുണൈറ്റഡ് നേഷൻസിൽ സംഭവിച്ച കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരാം. ഈ ഓപ്പൺ ബോർഡർ അഥവാ LOC എന്ന് പറയപ്പെടുന്ന ഈ ഒരു പഴയ ബോർഡറിന്റെ പരിസരത്ത് നമ്മൾ റഫാൽ ജെറ്റുകൾ, ഈ റഫാൽ ജെറ്റ് എന്ന് പറഞ്ഞാൽ 4 നമ്മൾ ട്രയൽ ബേസിസിൽ അവിടെ ടെസ്റ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. 4 റഫാൽ ഫൈറ്റർ ജെറ്റുകൾ, 4 മാത്രം കേട്ടോ. ഇതിൽ 3 നമ്മൾ പുറത്ത് നിർത്തി, 1 നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിൽ, അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുന്നത്, പാകിസ്ഥാന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് റിയൽ ആയിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ പഞ്ചാബ് മേഖലയിൽ സിയാൽകോട്ട് ഭാഗത്താണ് നമ്മൾ എൻ്റർ ചെയ്തത്. എവിടെ? പാകിസ്ഥാന്റെ ഉള്ളിൽ. അരമണിക്കൂർ നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിൽ സ്റ്റേ ചെയ്തു. അത് സ്റ്റേ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയിട്ടാണ് പോയത്. അപ്പൊ ഇന്ത്യ അത്രമാത്രം പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ടാണ് പോയത്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് GPS ജാമർ എങ്ങനെ ഇവിടെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ടെസ്റ്റിംഗ് നടത്തുമായിരുന്നു. അതൊക്കെ നടത്തി കഴിഞ്ഞു. ഇതൊക്കെ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ വന്ന വാർത്തയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, കാരണം ഈ ഒരു ആക്ഷൻ നടന്നിട്ട് പറയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. നമ്മൾ കൃത്യമായിട്ട് GPS ജാമർ ഉപയോഗിച്ചു. അവരുടെ GPS സിഗ്നലുകൾ കംപ്ലീറ്റ് നമ്മൾ ജാം ചെയ്ത് 30 നിമിഷം നമ്മളുടെ റഫേൽ ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാന്റെ ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്തു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ആ സിയാൽകോട്ട് ഭാഗത്ത് കുറച്ച് ഏരിയ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ വളഞ്ഞു കയറി കിടപ്പുണ്ട്. ആ ഒരു ഏരിയയിൽ ഒരു ചെറിയ ക്രോസ് ഓവർ ഉണ്ട്. അതൊരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 2.9 അഥവാ 3 കിലോമീറ്റർ വരുന്ന ഒരു നീണ്ട ഒരു ഏരിയയാണ്. ആ ഏരിയ കട്ട് ചെയ്തിരിക്കും. ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന ആ ഒരു ഭാഗം ഇന്ത്യ കട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനികൾക്ക് ഇനി സിയാൽകോട്ട് ഭാഗത്ത് നിന്നും ശരിക്കും ഈ ഒരു റീജിയനിലേക്ക് ഇനി അവർക്ക് കടക്കാൻ കഴിയില്ല. ആ ഏരിയ ഇന്ത്യ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നിശ്ചിത തോതിലുള്ള ഒരു ഏരിയ, ഞാൻ കാണിക്കുന്ന ഈ ഒരു തുണ്ട് ഏരിയ, ഇങ്ങനെ വളഞ്ഞ് ഇന്ത്യക്കുള്ളിൽ കയറി കിടക്കുന്ന, ഇന്ത്യയുടെ കഴുത്തിന്റെ ഭാഗത്ത് കുറച്ച് അകത്തോട്ട് കയറി കിടക്കുന്ന ഒരു ഏരിയ, നമ്മളുടെ റഫേൽ ജെറ്റ് കണ്ടപാടെ ആ പരിസരത്തുണ്ടായിരുന്ന പാകിസ്ഥാനി സോൾജേഴ്സ് കംപ്ലീറ്റ് അവിടെ നിന്ന് ആ സ്ഥലങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് ഓടിപ്പോയാണ് ചെയ്തത്. ഇതാണ് ഇന്ന് സംഭവിച്ച ഒരു സംഭവം. നമ്മൾക്ക് ഇന്ത്യക്കുള്ളിൽ ഒരു ആക്രമണം നടന്നു. അതിന് പ്രതിഷേധം എന്നുള്ള നിലയിൽ ഇന്ത്യ ശരിക്കും വെള്ളം കട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ വെള്ളം കട്ട് ചെയ്തതിന്റെ പേരിൽ ഇവര് ആ ഒരു പീസ് ട്രീറ്റിക്ക് വേണ്ടി വെച്ചിരുന്ന ആ ഒരു കരാറ്, സിംല കരാർ, അത് റദ്ദാക്കുകയാണ് ചെയ്തത്. അത് റദ്ദാക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? 2 രാജ്യത്തിനും ഇടയിലുള്ള ഒരു ബോർഡർ അത് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അത് മനഃപൂർവ്വം അവർ ചെയ്തു കൂട്ടിയതാണോ, അവർക്ക് പറ്റിയ അബദ്ധമാണോ നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ നിലവിൽ ആ ബോർഡർ ഇൻവാലിഡ് ആണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് കയറാം, ഇന്ത്യക്ക് അങ്ങോട്ട് കയറാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഒരു വോയിസ് ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം പാകിസ്ഥാന്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 22-ാം തീയതിക്ക് ശേഷം ഇടയ്ക്കെങ്ങാണ്ട് ഒരു ദിവസം മാത്രമേ ആസിം മുനീർ ആ കുടുംബത്തിനെ കയറ്റിയേക്കാൻ വേണ്ടിയിട്ട് പുറത്തെങ്ങോ കണ്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ആർമിയെ ലീഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പ്രസ്താവന പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇന്നലെ രാത്രി എമർജൻസി ആയിട്ട് അവർ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴോ ഒരിക്കലും ഈ ആസിം മുനീർ എന്ന് പറഞ്ഞ ആ ഒരു ആർമി ജനറലിനെ പുറത്ത് കാണുന്നില്ല. എവിടെ പോയെന്നറിയത്തില്ല. ഷഹബാസ് ഷെരീഫ് ആണെന്നുണ്ടെങ്കിൽ ഫൈൽസിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അതൊരു സൈഡിൽ. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഷഹബാസ് ഷെരീഫിന്റെ ബ്രദർ ആയിട്ടുള്ള നവാസ് ഷെരീഫാണ് ഇപ്പം ഇന്ത്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇന്ത്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ പുള്ളി പാകിസ്ഥാന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ മിനിസ്റ്റേഴ്സ് അനാവശ്യമായിട്ട് ഈ മിനിസ്റ്റേഴ്സ് ഇന്ത്യക്കെതിരെ പറയുന്ന വാക്കുകളൊക്കെ നിർത്തുക, കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആണവായുധമൊന്നും ആർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. ഇതേപോലത്തെ വിടുവായ്ത്തരങ്ങൾ ഇന്ത്യക്കെതിരെ ഇങ്ങനെ വിളമ്പുന്നതിലുപരിയായിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇന്ത്യയുമായിട്ട് ഒരു വഴക്കിന് പോകുന്നത് നല്ലതല്ല എന്നുള്ളൊരു ഉപദേശമാണ് നവാബ് ഷെരീഫിന്റെ സൈഡിൽ നിന്നും പാകിസ്ഥാൻ പൊളിറ്റീഷ്യൻസിന് കൊടുത്തത്. പക്ഷേ അതിനുശേഷം പാകിസ്ഥാൻ പൊളിറ്റീഷ്യൻസ് ഒക്കെ കുറച്ച് അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട്. ഇന്നലെയൊന്നും വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളൊന്നും ഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാന്റെ മിനിസ്ട്രിയുടെ കീഴിൽ നിന്ന് വന്നിട്ടില്ല. അത് ഒരു പക്ഷേ ഈ നവാബ് ഷെരീഫിന്റെ ഇടപെടൽ കൊണ്ടായിരിക്കാം എന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. അവരുടെ സോൾജേഴ്സ് എല്ലാം തന്നെ അവർ ബോർഡറിന്റെ സൈഡിൽ തന്നെയാണ് ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ റഫേൽ ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് അരമണിക്കൂർ നിന്നു എന്നുള്ളത് പാകിസ്ഥാൻ അംഗീകരിക്കാൻ വയ്യ. അതുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയി അവർ തിരിച്ച് നമ്മളെ റിറ്റാലിയേറ്റ് ചെയ്തു എന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷെ ഒരു രീതിയിലുള്ള റിറ്റാലിയേഷനും ഉണ്ടായിട്ടില്ല. ഒരു ഫൈറ്റർ ജെറ്റ് ഒരു രാജ്യത്തിന്റെ അതിർത്തി ബോർഡർ ബ്രീച്ച് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? പിന്നെ അവർ കണ്ടെത്തി കഴിഞ്ഞാൽ അടിച്ച് വീഴ്ത്തുകയല്ലേ വേണ്ടത്? അതിന് ടാർഗറ്റ് സെറ്റ് ചെയ്യുക, കോർഡിനേറ്റ്സ് റഡാറിലേക്ക് അയക്കുക, അപ്പൊ തന്നെ അവരുടെ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയാണ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ എയർ ടു എയർ മിസൈൽ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാണ് വേണ്ടത്.
ഇത് രണ്ടും തന്നെ സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് അവര് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചില നാടകങ്ങളൊക്കെ അവർ അവിടെ പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഒരു രീതിയിലും ഗുണം ചെയ്യത്തില്ല. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന വിഷയങ്ങൾ നിശ്ചിത തോതിലുള്ള സ്ഥലം ഇന്ത്യ കയറി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അയാൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് അയാൾ പറയുകയാണ്, അതായത് ഇന്ത്യക്കെതിരെ ഞങ്ങൾ ആണവായുധമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സോൾജേഴ്സിനെ ബോർഡറിന്റെ അടുത്തേക്ക് വിന്യസിക്കാൻ പോവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തികച്ചും നാളെ മറ്റന്നാൾ 2-3 ദിവസങ്ങളോട് കൂടി ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്രന്റേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നിലവിൽ ഇന്ത്യക്ക് ഒരു ചെറിയ ഡോമിനേഷൻ കിട്ടിയിട്ടുണ്ട്, അത് ഈ സിയാൽകോട്ടിന്റെ ഭാഗത്താണ്. പക്ഷെ അത് മാത്രം പോരാ, ഇന്ത്യ അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് അടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ തലങ്ങും വിലങ്ങും അങ്ങ് അടിച്ചങ്ങ് കയറുന്നതാണ് നല്ലത്. കാരണം പിന്നെ വെറുതെ അങ്ങനെ പതിയെ നീങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പൊ റഫേൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അകത്തോട്ട് ആ രാജ്യത്തിന്റെ ബോർഡർ ബ്രീച്ച് ചെയ്തിട്ട് പുറത്തു വരാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ നടത്തിയതെന്ന്. അപ്പൊ അതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. അപ്പൊ അഥവാ നമ്മൾ എന്തുകൊണ്ടാണ് 4 എണ്ണം കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ, ഒരെണ്ണം അകത്ത് കയറി പോകുന്ന സമയത്ത് 3 എണ്ണം അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്, അതിന്റെ വാച്ച് ഡോഗ് ആയിട്ട്. അപ്പൊ അഥവാ ഏതെങ്കിലും രീതിയിൽ അവർ അതിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി തന്നെ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 4 എണ്ണത്തിന് നമ്മൾ ബോർഡറിന് ഇപ്പുറത്തേക്ക് നിർത്തിയിരുന്നത്. ആ ഒരു ഓപ്പറേഷൻ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അപ്പൊ ഈ രീതിയിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് ഏതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വളരെ പ്ലാനിങ് ആയിട്ടും പ്രിസൈസ് ആയിട്ടാണ് ഇന്ത്യ ഇത്തവണ മൂവ് ചെയ്യുന്നത്. വളരെ നല്ലൊരു ടാർഗറ്റ് അച്ചീവാണ് ഇന്ന് ഇന്ത്യ നടത്തിയത്. പഞ്ചാബ്, സിന്ധ് പ്രൊവിൻസിലൊക്കെ ഈ വെള്ളത്തിന്റെ പ്രശ്നം, അതായത് ഈ ഇൻഡസ് വാലി റിവറിൽ നിന്നും വരുന്ന വെള്ളം ശരിക്കും ഈ പഞ്ചാബുകൾ അവിടെ തന്നെ പല രീതിയിലുള്ള ചെറിയ ചെക്ക് ഡാമുകളൊക്കെ കെട്ടി ഈ വെള്ളം മൊത്തം ഈ പഞ്ചാബുകളാണ് ഏറ്റവും കൂടുതൽ ഈ പഞ്ചാബികളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ സിന്ധ് പ്രൊവിൻസിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ വെള്ളം കിട്ടുന്നില്ല, അവിടെ കൃഷിക്കും ഇപ്പൊ ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് സിന്ധ് പ്രൊവിൻസിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ്, ആർമി ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ സിവിൽ ഡ്രസ്സിൽ പോയിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. അതായത് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യരുത്, നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം, അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ പല എക്സ്പ്ലനേഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സിന്ധ് പ്രൊവിൻസിലുള്ള പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാർ തിരിച്ച് സംസാരിക്കുകയാണ്, അതായത് ഞങ്ങൾ ഈ രാജ്യത്തുള്ള ആൾക്കാരാണ്, പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം ഇന്ത്യയെക്കാളും മോശപ്പെട്ട രീതിയിലാണ് ഞങ്ങളോട് പെരുമാറുന്നത്. നേരെ മറിച്ച് ഇന്ത്യക്കാർ ഞങ്ങളുമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാനും. അതിൽ സിന്ധ് പ്രൊവിൻസിൽ താമസിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഇന്ത്യക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ റീസൺ ഇവിടെ കൊണ്ടുവരണ്ട. നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തരാത്തത് എന്തുകൊണ്ടാണ്, ഞങ്ങളുടെ വെള്ളം എന്തുകൊണ്ട് നിങ്ങൾ പഞ്ചാബ് പ്രൊവിൻസിൽ തന്നെ തീർക്കുന്നു, എന്തുകൊണ്ട് അത് സിന്ധ് പ്രൊവിൻസിലേക്ക് ആ വെള്ളം എത്തുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുന്നില്ല എന്നാണ് ചോദിക്കുന്നത് അവർ. വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ അതിന് ഉത്തരം പറയാനുള്ള കെൽപ്പൊന്നും ആ ആർമി ഉദ്യോഗസ്ഥർക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ മടങ്ങി പോവുകയാണ് ചെയ്തത്. അവിടെ തികച്ചും ഈ ഒരു പ്രതിഷേധം കനത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ വന്ന ആർമി ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒരു രീതിയിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പല രാജ്യങ്ങൾ ഇന്ത്യയുടെ അടുത്ത് പാകിസ്ഥാന് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത്, UAE തുടങ്ങി ഇറാൻ, സൗദി അറേബ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്, ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അതായത് ഈ ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരു രീതിയിലും വഴങ്ങി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവരുടെയും ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു രീതിയിലും ബെൻഡ് ചെയ്തിട്ടില്ല, വഴങ്ങി കൊടുത്തിട്ടില്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും. സൗദിയുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ കട്ടൺ റൈറ്റ് ആയിട്ടാണ് സംസാരിച്ചു വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ന് അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഇന്ത്യ തീർച്ചയായിട്ടും ഞങ്ങൾക്കെതിരെ വരും. പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഇന്ത്യക്കുള്ളിൽ പല വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി ഇതുപോലെയുള്ള വീക്ക് സെക്യൂരിറ്റി അപ്ലൈ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുക. പല വെബ്സൈറ്റുകളും ഇന്ത്യക്കുള്ളിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാങ്കിങ്ങിനൊക്കെ എക്സ്ട്രാ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ കുറച്ച് രക്ഷപ്പെട്ട് നിൽക്കും. ബാക്കിയുള്ള സാധാരണ വെബ്സൈറ്റുകളൊക്കെ പലതും ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയുടെ സൈബർ യൂണിറ്റ്, ആർമിയിലെ സൈബർ യൂണിറ്റിനെ വെച്ചിട്ട് ഇന്ത്യയും പല രീതിയിലുള്ള ഹാക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്ത്യയും അത് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ സൈബർ വാറിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട മാപ്പിംഗ് സിസ്റ്റം, അതായത് ഈ ബോർഡർ ഏരിയയിലുള്ള മാപ്പിംഗ് സിസ്റ്റം പാകിസ്ഥാൻ ചൈനയ്ക്കാണ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇന്ത്യയുടെ മാപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ വാർ സോണിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഈ മാപ്പ് ഷെയർ ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എവിടേക്കാണ് നമ്മുടെ ആർമി മൂവ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ മാപ്പ് ടൈം ടു ടൈം റിയൽ ടൈം ആയിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചൈനയെ ബന്ധിപ്പിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ചെനാബ് റിവറിൽ നിന്നും 24-ാം തീയതി ഷട്ടർ തുറന്നു വിട്ടായിരുന്നു. നല്ല രീതിയിൽ വെള്ളപ്പൊക്കം ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായി. 28-ാം തീയതി ചലം റിവറിന്റെ ഷട്ടർ വീണ്ടും നമ്മൾ താഴ്ത്തുകയാണ് ചെയ്തത്.
അപ്പൊ അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും ഫുൾ ആൻഡ് ഫുൾ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 24 തീയതിയുള്ള സ്റ്റേറ്റസും 29 തീയതിയുള്ള സ്റ്റേറ്റസും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 24 തീയതി 24 തീയതി നല്ല വാട്ടർ ഫ്ലോ ഉണ്ട്. 29 തീയതി നോക്കൂ, നല്ല രീതിയിൽ ഡ്രൈ ആയി കിടക്കാണ്. ഇതാണ് അവസ്ഥ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ ഇങ്ങനെ ഷട്ടർ തുറക്കും, അതേപോലെ താക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതും കൂടെ ഉപയോഗിക്കും. ഈ ഡാം വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഇടപെടൽ നടത്താം എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്വറ്റ ഭാഗത്ത് ഒരു ആർമി വെഹിക്കിളിനെതിരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ 2 ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ബലൂചിസ്ഥാനെ മൊത്തത്തിൽ അവരുടെ കൺട്രോളിൽ എങ്ങനെ കൊണ്ടുവരാം, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് BLA. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ഇതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അഫ്ഗാനിസ്ഥാൻ ഒരു സൈഡിൽ നിന്നും 70 പേരെ ഇന്ന് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടതായിട്ടാണ് വാർത്ത വരുന്നത്. ആ 70 പേരെയും ഞങ്ങൾ വധിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. പക്ഷേ അതിനെ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളൊന്നും പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. ജസ്റ്റ് ഒരേ ഒരു മാധ്യമം മാത്രമാണ് ഇത് കോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ നിലവിൽ കിട്ടിയ അപ്ഡേറ്റ്സ്. അപ്പൊ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.